ഫിസിക് ടു എഡ്യൂക്കേഷൻ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിയർ സ്റ്റുഡൻസ്, കണ്ടൽ ടെസ്റ്റിലൂടെ 10ാമത്തെ ക്ലാസ്സാണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിർച്ചോഫ് ലോസിനെ കുറിച്ചാണ്. കിർച്ചോഫ് ലോസ് ഇൻ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ പ്രത്യേകത പറയാം. കാരണം കിർച്ചോഫ് ലോസ് ഇൻ തെർമോഡൈനാമിക്സ് കഴിഞ്ഞ വർഷം നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിർച്ചോഫ് ലോസ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. പ്രധാനമായിട്ടും രണ്ട് ലോസാണ് കിർച്ചോഫ് ലോസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. ഫസ്റ്റ് ലോ ജംഗ്ഷൻ റൂൾ എന്ന പേരിലോ അല്ലെങ്കിൽ കറണ്ട് ലോ എന്ന പേരിലോ അതല്ലെങ്കിൽ പോയിന്റ് ലോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗുസ്താഫ് റോബർട്ട് കിർച്ചോഫ് എന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരിലാണ് ഈ ലോസ് അറിയപ്പെടുന്നത്. അതാണ് കിർച്ചോഫ് ലോസ് എന്ന് ചുരുക്കി നമ്മൾ പറയുന്നത്. എന്താണ് കറണ്ട് ലോ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ പോയിന്റ് ലോ നോക്കാം. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ റൂൾ എന്ന് പറയുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും, ഒരു ജംഗ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലോ ആണ് ജംഗ്ഷൻ റൂൾ. അതായത് വലിയൊരു സർക്യൂട്ടിലെ ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ മാത്രം, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം, അതും കറണ്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, അതാണ് കിർച്ചോഫ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. അതെന്താണ് നമുക്ക് പരിശോധിക്കാം. ഈ ഒരു ഫിഗർ നോക്കൂ. ഇത് സർക്യൂട്ടിലെ ഒരു ജംഗ്ഷൻ്റെ ഫിഗറാണ്. പി എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ വലിയ വിശാലമായ സർക്യൂട്ടാണ്. അതിലേതൊരു പി എന്ന് പറഞ്ഞ പോയിന്റ് മാത്രം എടുത്തിരിക്കുകയാണ്. ഈ പി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് വരുന്ന കറണ്ടുകളാണ് I1 I2. സോ I1 ആൻഡ് I2 ആർ ഇൻകമിങ് കറൻസ്. ആ പി എന്ന പോയിന്റ് പുറത്തേക്ക് പോകുന്ന കറണ്ടാണ് ആരംഭം കണ്ടാൽ മനസ്സിലാവും I3ഉം I4ഉം I5ഉം. സോ I1 ആൻഡ് I2 ആർ ഇൻകമിങ് കറൻസ്, I3 ആൻഡ് I4 ആർ ഔട്ട് ഗോയിങ് കറൻസ്. ഇവിടെ കിർച്ചോഫ് ഫസ്റ്റ് ലോ പറയുന്നത് the algebraic sum of all the currents meeting at the junction is equal to 0, which means ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടും പോകുന്ന കറണ്ടും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ 0 ആവണം. പക്ഷേ ആൽജിബ്രിക് സം എന്ന് പറയുന്നത്, ആൽജിബ്രിക് സം എന്ന് പറയുമ്പോൾ നമ്മൾ സൈൻ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സൈൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻകമിംഗ് കറൻസ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ഔട്ട് ഗോയിങ് കറൻസ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. ഇൻകമിംഗ് കറണ്ടിനെ പോസിറ്റീവ് എന്നും ഔട്ട് ഗോയിങ് കറണ്ടിനെ നെഗറ്റീവ് എന്നും എടുക്കുക. സോ ഇൻകമിംഗ് I1 ആൻഡ് I2. So I1 and I2 are incoming currents, they are taken as positive. I3, I4, I5 are outgoing current, they are taken as negative. Which means I1 plus I2 minus I3 minus I4 minus I5 is equal to 0. This is known as Kirchhoff's first law. ഈ ഒരു ആൾജിബ്രിക് സമ്മിനെ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, സിഗ്മ I is equal to 0. അപ്പോൾ അഡീഷൻ റെപ്രസെൻ്റ് ചെയ്യാണ് സിഗ്മ എന്നുള്ളത്. അപ്പോൾ സിഗ്മ I is equal to 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി മൈനസ് I3 മൈനസ് I4 മൈനസ് I5 എന്നുള്ളത് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകണം. എന്ത് കിട്ടും? I1 പ്ലസ് I2 ഇസ് ഈക്വൽ ടു I3 പ്ലസ് I4 പ്ലസ് I5 എന്ന് കിട്ടും അല്ലേ. നോക്കൂ, നമ്മൾ ആ ഒരു ഇക്വേഷനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ I1 പ്ലസ് I2 ഇസ് ഈക്വൽ ടു I3 പ്ലസ് I4 പ്ലസ് I5 എന്നായി. അതിൻ്റെ ഒരു കാര്യം മനസ്സിലായി. സം ഓഫ് ഇൻകമിംഗ് കറണ്ട് ഇസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട്, വിച്ച് മീൻസ് ടോട്ടൽ കറണ്ട് എൻറ്ററിംഗ് ദ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ. അപ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന ടോട്ടൽ കറണ്ടുകളുടെ സമ്മും ആ ജംഗ്ഷനിൽ നിന്ന് പോകുന്ന ടോട്ടൽ കറണ്ടുകളുടെ സമ്മും എന്തിനായിരിക്കും? സെയിം ആയിരിക്കും. ടോട്ടൽ ഇൻകമിംഗ് കറണ്ട് ഇസിക്കൽ ടോട്ടൽ ഔട്ട് ഗോയിങ് കറണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടുകൾ മുഴുവൻ തന്നെ പുറത്തേക്ക് പോകുന്നു. കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഫ്ലോ ഓഫ് ചാർജ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റിൽ ചാർജുകൾ സ്റ്റാഗ്നേറ്റ് ചെയ്യുന്നില്ല, ചാർജുകൾ കെട്ടിക്കിടക്കുന്നില്ല, വരുന്ന ചാർജുകൾ മുഴുവൻ പുറത്തേക്ക് പോകുന്നുണ്ട്. സോ കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് കൺസർവേഷൻ ഓഫ് ചാർജ്. ഇൻകമിംഗ് കറൻസ് അറ്റ് എ പോയിന്റ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ഔട്ട് ഗോയിങ് കറൻസ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. ആ കാര്യം ഓർത്ത് വയ്ക്കണം. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്കൊരു ഇൻഡയറക്റ്റ് സിമുലേഷനിലൂടെ ഈ കാര്യം ഒന്നും കൂടി പരിചയപ്പെടാം. ഇത് കൊളറാഡോ ബോൾഡർ യൂണിവേഴ്സിറ്റിയുടെ ഫെറ്റ് ഇൻഡയറക്റ്റ് സിമുലേഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. ഇതെങ്ങനെയാണ് സർക്യൂട്ട് ഉണ്ടാക്കുക എന്നുള്ളത് മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ നിർമ്മാണം പറയുന്നില്ല. ഇവിടെ ഈ സർക്യൂട്ടിൽ നിങ്ങൾക്ക് പല പല ജംഗ്ഷൻ കാണാം. ഇതൊരു ജംഗ്ഷനാണ്, അതുപോലെ തന്നെ ഇതൊരു ജംഗ്ഷനാണ്. രണ്ട് ജംഗ്ഷനാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ അനുസരിച്ചിട്ട് ദ ആൽജിബ്രിക് സം ഓഫ് ഓൾ ദ കറൻസ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ വിൽ ബി 0, അല്ലെങ്കിൽ ടോട്ടൽ ഇൻകമിംഗ് കറണ്ട് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഔട്ട് ഗോയിങ് കറണ്ട്. നമുക്ക് ശരിയാണോ നോക്കാം. അതിനുവേണ്ടി നമുക്ക് അമ്മീറ്ററാണ് ആവശ്യമുള്ളത്. ഇവിടെ അമ്മീറ്റർ ഉണ്ട്. അമ്മീറ്റർ എടുത്തിട്ട് ഈ ഒരു ജംഗ്ഷനിൽ എത്തുന്ന കറണ്ടാണ് പരിശോധിക്കാം. ഇത് ഔട്ട് ഗോയിങ് കറണ്ടാണ്. ഔട്ട് ഗോയിങ് കറണ്ട് 1.2 ആംപിയർ ആണ്. ഇതും ഔട്ട് ഗോയിങ് കറണ്ടാണ്. ഇത് 0.3 ആംപിയർ ആണ്. ഔട്ട് ഗോയിങ് കറണ്ട് 1.2 ആംപിയറും 0.3 ആംപിയറും കൂടി 1.5 ആംപിയർ ആണ്. ഇൻകമിംഗ് കറണ്ട് നോക്കി നോക്കാം. ഇൻകമിംഗ് കറണ്ട് 1.5 ആംപിയർ ആണ്. സോ 1.5 ആംപിയർ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് 0.3 ആംപിയർ ആൻഡ് 1.2 ആംപിയർ. സോ ടോട്ടൽ ഇൻകമിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഔട്ട് ഗോയിങ് കറണ്ട്.
അത് തന്നെയാണോ ഈ ഒരു ജംഗ്ഷനിൽ നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഈ കറണ്ട് ഇൻകമ്മിങ് കറണ്ടാണ്. ഈ ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന ഇൻകമ്മിങ് കറണ്ടാണിത്. അവിടുത്തെ കറണ്ട് 0.3 ആംപിയർ ആണ്. ഇത് ആ ജംഗ്ഷൻ പുറത്തേക്ക് പോകുന്ന ഔട്ട് ഗോയിങ് കറണ്ടാണ്. അത് 1.5 ആംപിയർ ആണ്. ഈ കറണ്ട് ഇൻകമ്മിങ് കറണ്ടാണ് 1.2 ആംപിയർ. 1.2 പ്ലസ് 0.3 is equal to 1.5 ആംപിയർ. സോ ഇറ്റ് ഈസ് ദ കിർച്ചോഫ് ഫസ്റ്റ് ലോ ഓർ ജംഗ്ഷൻ റൂൾ. ഇനി നമുക്ക് സെക്കൻഡ് ലോ നോക്കാം. സെക്കൻഡ് ലോ എന്താണ് പറയുന്നത്? സെക്കൻഡ് ലോ ഈസ് ആൾസോ നോൺ ആസ് വോൾട്ടേജ് ലോ ഓർ ലൂപ്പ് റൂൾ ഓർ മെഷ് ലോ. അപ്പോൾ ലൂപ്പ് റൂൾ അല്ലെങ്കിൽ മെഷ് ലോ എന്ന് പറയുമ്പോൾ അതിന് കാര്യം മനസ്സിലാവും. ലൂപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്ലോസ്ഡ് പാത്താണ് ലൂപ്പ്. മെഷ് എന്ന് പറയുമ്പോൾ വല എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ വലയിലൊരു കണ്ണി എന്നുള്ള രീതിയിലേക്ക് വരുന്നത് ഒരു ക്ലോസ്ഡ് പാത്ത് എന്നുള്ള ഐഡിയ ആണ് ലൂപ്പ് കൊണ്ട് മെഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിർച്ചോഫ് സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. It states that in any closed circuit, the algebraic sum of the product of the current and resistances in each part of circuit is equal to the net EMF in the circuit. അതായത് ഒരു ക്ലോസ്ഡ് പാത്ത് എടുക്കുകയാണെങ്കിൽ, വലിയ സർക്യൂട്ടിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ പാത്ത് ക്ലോസ്ഡ് പാത്ത് എടുക്കുകയാണെങ്കിൽ, ആ ക്ലോസ്ഡ് പാത്തിലെ കറണ്ടുകളുടെയും റെസിസ്റ്റൻസുകളുടെയും പ്രൊഡക്റ്റുകളുടെ സമ്മ്, കറണ്ടുകളുടെയും റെസിസ്റ്റൻസുകളുടെയും പ്രൊഡക്റ്റിൻ്റെ സമ്മ്, വിച്ച് മീൻസ് കറണ്ടിൻ്റെ റെസിസ്റ്റൻസ്, കറണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ആവുമല്ലോ, വോൾട്ടേജുകളുടെ സമ്മ് is equal to net EMF എന്ന സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ ദ സം ഓഫ് പ്രൊഡക്ട്സ് ഓഫ് കറൻസ് ആൻഡ് റെസിസ്റ്റൻസസ്, കറണ്ടുകളുടെയും റെസിസ്റ്റൻസുകളുടെയും പ്രൊഡക്റ്റ് എടുക്കുക, പിന്നീട് എന്ത് ചെയ്യുക, സം ചെയ്യുക. സമയം എങ്ങനെ സം ചെയ്യേണ്ടത്? അവിടെ ആൾജിബ്രിക് സമ്മിനെ എടുക്കുന്നത്. അപ്പോൾ അവിടെ സൈൻ പരിഗണിക്കണം. സോ ദ ആൾജിബ്രിക് സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് കറൻസ് ആൻഡ് റെസിസ്റ്റൻസസ് വിൽ ബി ഈക്വൽ ടു നെറ്റ് EMF in the circuit, which means sigma IR is equal to sigma E. അപ്പോൾ സം ഓഫ് പ്രൊഡക്ട്സ് ഓഫ് കറൻസ് ആൻഡ് റെസിസ്റ്റൻസ്, അതാണ് സിഗ്മ IR എന്ന് പറയുന്നത്. സിഗ്മ I ആണ് നെറ്റ് EMF ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ക്ലോസ്ഡ് പാത്ത് പരിഗണിക്കാം. ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുമ്പോൾ ഇതൊരു സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടിലെ ക്ലോസ്ഡ് പാത്ത് മാത്രം പരിഗണിക്കാം. വളരെ വലിയ സർക്യൂട്ടിലെ ചെറിയൊരു ഭാഗം മാത്രം എടുത്താണ്. ഇവിടെ ക്ലോസ്ഡ് പാത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 ക്ലോസ്ഡ് പാത്ത് കാണാൻ വേണ്ടി സാധിക്കും. ഒന്ന് ADCBA. ADCBA എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് എടുത്തുള്ളത്. ADCBA. അപ്പോൾ ADCBA എന്നുള്ള ക്ലോസ്ഡ് പാത്തിൽ പോകുമ്പോൾ നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷനിലാണ് പോകുന്നുണ്ടെങ്കിൽ ദ കറണ്ട് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. കറണ്ടിന് ഓപ്പോസിറ്റ് ആണ് പോകണമെങ്കിൽ ഇറ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന പാത്തിൽ സെല്ലിൻ്റെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് കടക്കുന്നുണ്ടെങ്കിൽ ദ EMF ഷുഡ് ബി ടേക്കൺ ആസ് നെഗറ്റീവ്. സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലിന് പോസിറ്റീവ് ടെർമിനലിലേക്കാണ് കടക്കുന്നുണ്ടെങ്കിൽ ദ EMF ഷുഡ് ബി ടേക്കൺ ആസ് പോസിറ്റീവ്. ഒന്നിൽ പറയാം, നമ്മളിവിടെ ADCBA എന്ന പാത്തിലൂടെയാണ് പോകുന്നത്. ADCBA എന്നുള്ള പാത്തിലൂടെ പോകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ കറണ്ട് അതേ ഡയറക്ഷൻ ആയതുകൊണ്ട് ദിസ് കറണ്ട് ഇസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഇവിടെ വരുമ്പോൾ ദിസ് കറണ്ട് ഇസ് ആൾസോ ടേക്കൺ ആസ് പോസിറ്റീവ്. സെല്ലിന് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ EMF ടേക്കൺ ആസ് പോസിറ്റീവ്. സോ ദിസ് ഇസ് ADCBA. ഇങ്ങനെയാകുമ്പോൾ ഈ ഒരു പാത്ത് മാത്രം എടുക്കുന്നു. ഇതൊരു ക്ലോസ്ഡ് പാത്താണ്. നമുക്ക് ഈ ക്ലോസ്ഡ് പാത്തിലൂടെ പോയി നോക്കാം. ADCB എന്ന ക്ലോസ്ഡ് പാത്തിലൂടെ പോകുമ്പോൾ ഇവിടെ വരുമ്പോൾ കറണ്ട് I1 ആണ്. I1 ഇൻറ്റു R1. ഇവിടെ വരുമ്പോൾ കറണ്ട് I ആണ്. I ഇൻറ്റു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ r, I ഇൻറ്റു സ്മോൾ r തിരിച്ചെത്തുന്നു. ഈ പോകുന്ന പാത്തിൽ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ. സെല്ല് നെഗറ്റീവ് പോസിറ്റീവ് ആയതുകൊണ്ട് EMF ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. സോ പ്ലസ് E. കറണ്ടിന് അതേ ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ ഈ കറണ്ട് പ്ലസ് ആണ്, ഈ കറണ്ടും പ്ലസ് ആണ്. സോ I1 R1 പ്ലസ് I ഇൻറ്റു R ഈസ് ഈക്വൽ ടു E. അതാണ് ആദ്യം കിട്ടുന്ന ഇക്വേഷൻ. I1 R1 പ്ലസ് I ഇൻറ്റു R ഈസ് ഈക്വൽ ടു E. ഇനി നമുക്ക് അടുത്തൊരു ക്ലോസ്ഡ് പാത്ത് എടുക്കാം. DGFCD മറ്റൊരു ക്ലോസ്ഡ് പാത്താണ്. DGFCD എന്ന് പറയുന്ന മറ്റൊരു ക്ലോസ്ഡ് പാത്ത്. ഈ ക്ലോസ്ഡ് പാത്ത് നോക്കി നോക്കൂ. നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ I2 R2 മൈനസ് I1 R1 ഈക്വൽ ടു 0. അതിനെ കിട്ടുക കറണ്ട് ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ I2 ഇൻറ്റു R2. ഇവിടെ വരുമ്പോൾ നമ്മൾ കാരണം ഓപ്പോസിറ്റ് ആണ് പോകുന്നത്. സോ മൈനസ് I1 R1. ഈ പോയ പാത്തിൽ എവിടെയും സെല്ല് കാണുന്നില്ല. സോ I2 R2 മൈനസ് I1 R1 ഈക്വൽ ടു 0. ദെൻ മൂന്നാമത്തെ ക്ലോസ്ഡ് പാത്ത് പറയുന്നത് വലിയ ക്ലോസ്ഡ് പാത്താണ്. ADGFCBA. നമുക്ക് ചുരുക്കിയിട്ട് AGFBA എന്ന് എടുക്കാം. അപ്പോൾ AGFBA എന്ന് പറയുന്ന ക്ലോസ്ഡ് പാത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും I2 ഇൻറ്റു R2. ഇവിടെ വരുമ്പോൾ I ഇൻറ്റു സ്മോൾ r. I2 R2 പ്ലസ് I ഇൻറ്റു സ്മോൾ r ഈക്വൽ ടു സെൽ EMF E തന്നെയാണ്. അതിനാണെങ്കിൽ നോക്കി നോക്കൂ. ഈ മുകളിലെ ക്ലോസ്ഡ് പാത്തിൻ്റെയും താഴത്തെ ക്ലോസ്ഡ് പാത്തിൻ്റെയും കൂടി സമ്മല്ലേ വലിയ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗറിന് മനസ്സിലാക്കാൻ മുകളിലത്തെ റെക്റ്റാങ്കിളും
താഴത്തെ റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുമ്പോഴല്ലേ വലിയ റെക്റ്റാങ്കിൾ കിട്ടുക. ഇക്വേഷൻ കിട്ടിയത് നമ്മൾ ആഡ് ചെയ്ത് നോക്കും. മുകളിലത്തെ ഇക്വേഷൻ I1R1 പ്ലസ് IR ഈക്വൽ ടു E ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ I2R2 മൈനസ് I1R1 ഈക്വൽ ടു 0 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ I1R1 പോകുന്നു. ബാക്കിയുള്ള എന്താണ് I2R2 പ്ലസ് IR, I2R2 പ്ലസ് IR ഈക്വൽ E. സോ നമ്മുടെ കാൽക്കുലേഷൻ ശരിയാണ്, നമ്മൾ പോയ പാത്തും കറക്റ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതാണ് കിർച്ചോഫ്സ് സെക്കൻഡ് ലോ. കിർച്ചോഫ്സ് സെക്കൻഡ് ലോ പറയുന്നത് ദ ആൽജിബ്രിക് സം ഓഫ് ദ പ്രൊഡക്ട്സ് ഓഫ് കറൻസ് ആൻഡ് റെസിസ്റ്റൻസസ് ഇൻ എ ക്ലോസ്ഡ് പാത്ത് ഈസ് ഈക്വൽ ടു നെറ്റ് EMF എന്ന സർക്യൂട്ട് എന്നാണ്. അപ്പോൾ ഇത് വോൾട്ടേജ് ലോ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നെറ്റ് EMF എന്ന സർക്യൂട്ടിലേക്കാണ് അത് ഇക്വേറ്റ് ചെയ്യുന്നത്. വിച്ച് മീൻസ് EMF എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെല്ലിൽ എത്രത്തോളം എനർജി ആണോ ഉപയോഗിക്കുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു EMF അല്ലേ. എത്ര വർക്കാണ് ചെയ്യുന്നത് ആ വർക്കിനാണ് നമ്മൾ EMF നൽകുക. അതുകൊണ്ട് തന്നെ ഒരു ക്ലോസ്ഡ് പാത്തിലൂടെ കടന്നു പോകുന്ന കറണ്ടുകളുടെയും റെസിസ്റ്റൻസുകളുടെയും പ്രൊഡക്റ്റുകളുടെ സം എന്ന് പറയുമ്പോൾ അത് ആ ഒരു സർക്യൂട്ടിലൂടെ എത്രത്തോളമാണോ കറണ്ടിനെ സെൻഡ് ചെയ്യാൻ വേണ്ടി ചെലവഴിക്കുന്ന എനർജി അതിന് ഈക്വൽ ആവും, വിച്ച് ഈസ് ഈക്വൽ ടു EMF. സോ കിർച്ചോഫ്സ് സെക്കൻഡ് ലോ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് കൺസർവേഷൻ ഓഫ് ചാർജ് ആൻഡ് കിർച്ചോഫ്സ് സെക്കൻഡ് ലോ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് കൺസർവേഷൻ ഓഫ് എനർജി. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ചാർജും സെക്കൻഡ് ലോ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജിയാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇത് നമുക്കൊരു ഇൻഡയറക്റ്റ് സിമുലേഷൻ ഉപയോഗിച്ച് ഒന്നുകൂടി എന്ത് ചെയ്യാം പരിശോധിക്കാം. ഈ സർക്യൂട്ടിൽ നമുക്ക് കിർച്ചോഫ്സ് സെക്കൻഡ് ലോ ശരിയാണോ എന്നുള്ളത് പരിശോധിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുക രണ്ട് ക്ലോസ്ഡ് പാത്തുകളാണ്. ഒരെണ്ണം വലിയ ക്ലോസ്ഡ് പാത്ത് ഉണ്ട്, അത് രണ്ടൊന്ന് 3 ക്ലോസ്ഡ് പാത്തുകൾ. ഇത് ഒരു പാത്താണ്, ഇങ്ങനൊരു പാത്ത്. മറ്റൊന്ന് ഇതൊരു വേറൊരു പാത്താണ്. ക്ലോക്ക് വൈസിലാണ് എല്ലാം എടുക്കുന്നത്. മൂന്നാമത്തത് വലിയൊരു പാത്ത്, രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് അതിലും വലിയ പാത്ത്. അപ്പോൾ ക്ലോക്ക് വൈസിലാണ് എല്ലാ പാത്തും എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കിർച്ചോഫ്സ് സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് the sum of product of currents and resistances in a closed path will be equal to total EMF in the closed path. Sum of products of resistances and currents എന്ന് പറയുമ്പോൾ ഈ ഒരു പാത്തിലൂടെ 10 ഓമിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട്, നമുക്ക് ഇവിടുത്തെ കറണ്ട് കാണണം. ആ ഒരു പാത്തിലൂടെ ഇങ്ങനെ വരുമ്പോൾ വീണ്ടും 10 ഓമിൻ്റെ റെസിസ്റ്റൻസ് വരുന്നുണ്ട്, അതിന് കറണ്ട് കാണണം. അപ്പോൾ അതിന് രണ്ടും കൂടി സമ്മ് കാണണം. അത് ഈക്വൽ ടു 9 + 9 രണ്ട് സെല്ലുള്ളത് 18 വോൾട്ടാണോ നോക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പോകുന്ന പാത്തിൽ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ് എടുക്കുക, കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണെങ്കിൽ നെഗറ്റീവ് എടുക്കുക. അതുപോലെ തന്നെ ഈക്വൽ ടു കൊടുത്തിട്ട് EMF എഴുതുമ്പോൾ സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കിടക്കുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈൻ കൊടുക്കുക. സെല്ലിന് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് കിടക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സൈൻ കൊടുക്കുക. നമ്മൾ ഈ പോകുന്ന പാത്ത് ക്ലോക്ക് വൈസ് ആകുമ്പോൾ സെല്ലിന് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ സെല്ലുകൾക്ക് പോസിറ്റീവ് സൈൻ കൊടുത്താൽ മതി EMF എഴുതുമ്പോൾ. ഈ ഒരു പാത്തിലാണെങ്കിലോ ഇവിടെ ക്ലോക്ക് വൈസ് പോകുമ്പോൾ കറണ്ട് ഓപ്പോസിറ്റാണ്, അപ്പോൾ അത് നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഇവിടെ കറണ്ട് വരുമ്പോൾ കറണ്ട് അതേ ഡയറക്ഷനിലാണ്, സെല്ല് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് തന്നെയാണ് കിടക്കുന്നത്, അപ്പോൾ EMF പോസിറ്റീവ് കൊടുത്താൽ മതി. ദെൻ വലിയ പാത്ത് എടുക്കുമ്പോൾ ഇവിടെ കറണ്ട് അതേ ഡയറക്ഷനിലാണ്, താഴത്ത് വരുമ്പോൾ കറണ്ട് അതേ ഡയറക്ഷനിലാണ്. ഓക്കെ, പ്ലസ് തന്നെ കൊടുത്താൽ മതി. നമുക്ക് ഇനി പരിശോധിച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അമ്മീറ്റർ എടുക്കാം, അതിന് കറണ്ട് കണ്ടെത്തണം. ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് 1.5 ആംപിയർ ആണ്. 1.5 × 10 15 വോൾട്ട്. സോ 1.5 ആംപിയർ × 10 ഓം നമുക്കിവിടെ കിട്ടുക 15 വോൾട്ട് എന്നാണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് അക്രോസുള്ള വോൾട്ടേജ് 15 വോൾട്ടാണ്. ദെൻ ഇവിടെയുള്ള കറണ്ട് 0.3 ആംപിയർ ആണ്. 0.3 × 10 3 ആണ്, അപ്പോൾ 3 വോൾട്ടാണ്. 10 ഓം × 0.3 ആംപിയർ = 3 വോൾട്ട്. സോ 3 വോൾട്ടും ഇവിടെ വരണേ 15 വോൾട്ടും 15 + 3 = 18. നമ്മൾ കടന്നു പോകുമ്പോൾ പാത്തിൽ സെല്ലിന് നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് ആയിക്കാണെങ്കിൽ പ്ലസ് എടുക്കാം. സോ 9 + 9 നമുക്ക് 18 വോൾട്ട് കിട്ടുന്നു. അമ്മീറ്റർ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട വേണമെങ്കിൽ നമുക്ക് വോൾട്ട്മീറ്റർ ഉപയോഗിച്ച് നേരെ വോൾട്ടേജ് അളക്കാനും സാധിക്കും. ഇതിനക്രോസുള്ള വോൾട്ടേജ് ഇങ്ങനെ അളക്കാം. ഇവിടെ കാണുന്നത് 3 വോൾട്ടാണ്. ദെൻ ഇവിടെ കാണുന്നത് 15 വോൾട്ടാണ്. 15 + 3 18 വോൾട്ട് കിട്ടി. ആ ലൂപ്പിൽ അത് കറക്റ്റാണ്, മനസ്സിലായി. ഇനി താഴത്തെ രണ്ടാമത്തെ ലൂപ്പിൽ നമുക്കിവിടെ കിട്ടിയത് ഇവിടെ 3 വോൾട്ടായിരുന്നു. നൗ
നമുക്ക് വേണ്ടത് ഇവിടുത്തെ വോൾട്ടേജാണ് അറിയേണ്ടത്. 10 ഓം അക്രോസുള്ള ഇവിടുത്തെ വോൾട്ടേജ് അറിയണം. ഇവിടെ നമുക്ക് കിട്ടുന്നത് 12 വോൾട്ടാണ്. 12 വോൾട്ട്. ഈ ഇവിടുത്തെ 12 വോൾട്ടും ഇവിടുത്തെ 3 വോൾട്ടും കൂടി പരിഗണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ക്ലോസ്ഡ് പാത്തിൽ വരുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ആണ് പോകുന്നത്. ക്ലോക്ക് വൈസ് പോകുമ്പോൾ ഇവിടെ കറണ്ട് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. കാരണം ഓപ്പോസിറ്റ് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണം. നെഗറ്റീവ് കറണ്ട് ആണ് വരുന്നത്. നെഗറ്റീവ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് -3 വോൾട്ട് ആണ്. -3 വോൾട്ട്. ഇവിടെ വരുമ്പോൾ കറണ്ട് അതേ ഡയറക്ഷനിലാണ് വരുന്നത്. ഇവിടെ +12 വോൾട്ട്. അപ്പോൾ +12ഉം -3 കൂടി ആകുമ്പോൾ 9 വോൾട്ട്. സെല്ലിൽ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പ്ലസ് ആണ്. അപ്പോൾ 9 വോൾട്ട്. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് 12 വോൾട്ടാണ്. ഇവിടെ കിട്ടുന്നത് നമുക്ക് 3 വോൾട്ട് ആണെങ്കിൽ കൂടി കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് അത് -3 വോൾട്ടാണ്. -3 വോൾട്ട് ആയതുകൊണ്ട് 12 -3 നമുക്ക് 9 വോൾട്ട് എന്ന് കിട്ടുന്നു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, മൊത്തം വലിയ സർക്യൂട്ടിൽ നോക്കാം. വലിയ സർക്യൂട്ടിൽ ഇവിടെ വരുന്ന വോൾട്ടേജ് 15 വോൾട്ട്. 15 വോൾട്ടാണ് ഉള്ളത്. ഓക്കെ, 15 വോൾട്ടാണ്. ദെൻ അടുത്ത റെസിസ്റ്റൻസ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. 12 വോൾട്ട് എന്ന് കണ്ടു കഴിഞ്ഞു. 12 വോൾട്ട് എന്ന് കണ്ടു കഴിഞ്ഞു. അപ്പോൾ 15ഉം 12ഉം 15ഉം 12ഉം കൂടി 27 വോൾട്ടാണ് വരുന്നത്. ഈ ഒരു പാത്തിൽ നമ്മൾ എപ്പോഴും കറണ്ടിൻ്റെ ഡയറക്ഷൻ തന്നെയാണ് പോകുന്നത്, ഓപ്പോസിറ്റ് വരുന്നില്ല. സോ സെല്ലിന് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് കടന്നത്. ഇവിടെ വരുമ്പോൾ സെല്ലിന് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് കടന്നത്. സോ ടോട്ടൽ ആഡ് ചെയ്താൽ മതി. 9 + 9 + 9. സോ 3 × 9 = 27 വോൾട്ട്. അപ്പോൾ 15 + 12 നമുക്ക് 27 കിട്ടുന്നു. ഇവിടെയും 27 കിട്ടുന്നു. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ലോ ഓഫ് കിർച്ചോഫ്. കിർച്ചോഫ് സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് ദ സം ഓഫ് പ്രൊഡക്ട്സ് ഓഫ് കറൻറ്റ്സ് ആൻഡ് റെസിസ്റ്റൻസസ് ഇൻ എ ക്ലോസ്ഡ് പാത്ത് ഈസ് ഈക്വൽ ടു നെറ്റ് EMF ഇൻ ദ സർക്യൂട്ട്. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. താങ്ക് യു.